السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا
يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിന്റെ പരമാവധി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമത്തിൽ ഏർപ്പെടണമേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുന്നു, ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സംവിധാനിച്ചിട്ടുള്ള അവന്റെ വിവിധ സൃഷ്ടികളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നതും അല്ലാത്തതുമായ ഒട്ടേറെ അത്ഭുതകരങ്ങളായ പ്രതിഭാസങ്ങൾ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും അതുപോലെ ഈ ആകാശങ്ങളിലും ഭൂമിയിലുമൊക്കെ നിറഞ്ഞുകിടക്കുന്ന വൈവിധ്യമാർന്ന എണ്ണമറ്റ വസ്തുക്കളുടെ വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളും രീതികളും, അങ്ങനെ കണക്കല്ലാത്ത ഒരുപാട് അത്ഭുതങ്ങൾ, അത്ഭുതകരമായ സൃഷ്ടിപ്പ് ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു നടത്തിയത് വിശുദ്ധ ഖുർആനിലെ ധാരാളം സന്ദർഭങ്ങളിലൂടെ അവൻ എടുത്തു പറയുന്നുണ്ട്. ഭൂമിയുടെയും ആകാശത്തിന്റെയും സൃഷ്ടിപ്പിലുണ്ടായ അത്ഭുതങ്ങൾ, ഇവിടെ കാണുന്ന വ്യത്യസ്ത ജന്തുക്കളുടെയും ജീവജാലങ്ങളുടെയും സസ്യലതാദികളുടെയും ഒക്കെ സൃഷ്ടിപ്പിൽ നാം ദർശിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അനുഭവ വേദ്യമായിക്കൊണ്ടിരിക്കുന്ന പല രൂപത്തിലുള്ള വൈജാത്യങ്ങൾ, വ്യത്യാസങ്ങൾ, ഇവയൊക്കെ വിശുദ്ധ ഖുർആൻ എടുത്തു സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാഹു ഇതെല്ലാം എടുത്തു പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള വ്യത്യസ്തങ്ങളായ വസ്തുക്കളെ സംബന്ധിച്ച് ആലോചിച്ച്, പടച്ചതമ്പുരാന്റെ ഒരുപാട് സൃഷ്ടികളെ സംബന്ധിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിലൂടെ അവയുടെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച അത്ഭുതകരമായ സൃഷ്ടാവിന്റെ സൃഷ്ടിവൈഭവത്തെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്തിനെ സംബന്ധിച്ച്, അറിവിനെ സംബന്ധിച്ചൊക്കെ മനുഷ്യൻ ബോധവാനാകാൻ വേണ്ടിയാണ്. ഏതൊരു വസ്തുവിനെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. ഇവിടെ കാണുന്ന ഏതൊരു വസ്തുവിലും ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, കാര്യങ്ങൾ ഗ്രഹിക്കാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഏതൊരു വസ്തുവിലും ആ ഓരോ വസ്തുവും കൃത്യമായി നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. എന്ത്? തദുല്ലു അലാ അന്നഹു വാഹിദു. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ശക്തമായ ആ കരം, സൃഷ്ടാവ് റബ്ബ് സുബ്ഹാനഹു വ തആല, അവൻ ഏകനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിനെ, അവൻ എല്ലാത്തിലും അവൻ ഏകനാണ്, ഈ ലോകത്ത് സംവിധാനിച്ചതിലോ സൃഷ്ടിച്ചതിലോ ഒരാൾക്കും ലവലേശം പങ്കില്ല എന്ന കൃത്യമായ